നാളെ വിനായക ചതുർത്ഥിയാണ്. അതായത് ഗണപതിക്ക് പിറന്നാളാണ്. ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞിട്ട് വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിക്കാണ് ഗണപതിക്ക് പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം നമ്മൾ ഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ, സ്തുതിച്ചു കഴിഞ്ഞാൽ, സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറുന്ന പറയുക. ഇപ്പോൾ വിവാഹ തടസ്സം, അതേപോലെ തന്നെ വിദ്യാ തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം, അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തും എന്നാണ് വിശ്വാസം പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഗണേശ സഹസ്രനാമം പാരായണം ചെയ്യുക. അതായത് ഗണപതിയുടെ 1008 ഭാവങ്ങൾ വർണ്ണിക്കുന്ന ആ ഒരു ഭാഗം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥിക്ക് വ്രതമെടുക്കാം. സാധാരണ നമ്മളൊരു വ്രതം എങ്ങനെയാണോ എടുക്കുന്നത് അതേ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരിക്കലൂണോട് കൂടിയിട്ട് പകലുറക്കം പാടില്ല കേട്ടോ. വ്രതം എടുക്കാവുന്നതാണ്. ഗണേശ പ്രീതിക്കായിട്ട് വളരെ ഉത്തമമാണ് വ്രതം എടുക്കുന്നതെന്ന് പറയാം. അതായത് നാളെ വ്രതം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ അതിൻ്റെ കാര്യപ്രാപ്തിയിൽ എത്തും എന്നാണ് പറയുക കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, പലഹാരപ്രിയനാണല്ലോ ഗണപതി. അപ്പോൾ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ നേദിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോദകം, കൊഴുക്കട്ട എന്ന് പറയുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ആദ്യം ഗണേശനെ മനസ്സിൽ സ്തുതിച്ചിട്ട് അടുപ്പിൽ സമർപ്പിക്കാം. പിന്നെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. അതേപോലെ തന്നെ മുക്കുറ്റിയും കറുകയൊക്കെ കൊണ്ട് മാല കെട്ടിയിട്ട് അണിയിക്കാം. ഇതെല്ലാം ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെയല്ല എല്ലാ ദിവസവും, പ്രത്യേകിച്ച് നാളെ പിറന്നാൾ ദിനത്തിൽ ഗണപതിയെ നന്നായി സ്തുതിക്കാം. ഒപ്പം നമ്മുടെ ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിക്കാം. രണ്ടുപേരും കൂട്ടുകാരാണ് കേട്ടോ. ഞാൻ പല കഥകളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗണേശ ചതുർത്ഥിയുടെ ആശംസകൾ നേരെയാണ് കേട്ടോ.